മറയേണ്ടതോർത്ത് ചന്ദ്രനക്ഷത്രാദികൾ വിതുമ്പുമ്പോൾ മാറ്റമില്ലാതെങ്ങും വിരാജിക്കും ദൈവമേ, അങ്ങയെ വാഴ്ത്തുന്നു ഞങ്ങൾ. ഉദിച്ചെങ്ങും പ്രഭതൂകും പാരിലെ സൂര്യരശ്മിയേക്കാൾ പ്രശോഭിച്ചെന്നും പ്രസാദമേകുന്ന ദൈവമേ, അങ്ങേ മഹിമാവെത്ര മനോജ്ഞം. ഗുഡ്നസ് ടി വി പ്രേക്ഷകർക്ക് ഈ പ്രഭാത വിരുന്ന് പ്രാർത്ഥനാ ശുശ്രൂഷയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഒരു ദിവസം കൂടി ദൈവം നമുക്ക് നൽകിയിരിക്കുകയാണ്. ഈ ദിവസത്തിൻ്റെ ആരംഭം നമ്മൾ പറയും പ്രഭാതമെന്ന്. ഈ പ്രഭാതത്തിൽ, ഈ പുലരിയിൽ ദൈവത്തെ നമുക്ക് സ്തുതിച്ചുകൊണ്ട് നമുക്ക് ഈ ദിവസം ആരംഭിക്കാം. ദൈവം നൽകിയ എല്ലാ അനുഗ്രഹങ്ങളും ഓർത്തുകൊണ്ട് നമുക്ക് നന്ദി പറയാം. കഴിഞ്ഞ രാത്രിയിൽ ദൈവം നമ്മെ കാത്തു പരിപാലിച്ചു. അതിനെ തുടർന്ന് ഒരു പ്രഭാതം, ഒരു പുലരി, ഒരു വലിയ ഒരു പ്രകാശം ദൈവം നമുക്ക് നൽകുകയാണ്. നമ്മുടെ പ്രവൃത്തികൾ നന്മയാക്കി മാറ്റുവാനായിട്ട്, മറ്റുള്ളവർക്ക് വേണ്ടി പ്രവർത്തിക്കുവാനായിട്ടുള്ള ഒരു ദിവസം കൂടി ദൈവം നമുക്ക് നൽകുകയാണ്. നമുക്ക് വേണ്ടിയല്ല ദൈവം നമുക്ക് നൽകുന്നത്, മറിച്ച് നമ്മളിലൂടെ ദൈവത്തിൻ്റെ പ്രവൃത്തികൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ദൈവം ഒരു ദിവസം കൂടി നമുക്ക് നൽകിയിരിക്കുന്നത്. ഈ പുലരിയിൽ ആ ദൈവത്തിൻ്റെ വലിയ കൃപയെ ഓർത്തുകൊണ്ട് ദൈവത്തോട് നന്ദി പറയാം. ഈ പുലരിയിൽ നമുക്കറിയാം, സർവ്വസസ്യ പക്ഷി മൃഗാദികളെല്ലാം ദൈവത്തെ സ്തുതിക്കുന്ന ഒരു നല്ല സമയമാണ്. നമ്മൾ അവരോടൊപ്പമാണ് ദൈവത്തെ സ്തുതിക്കുവാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നത്. എല്ലാവരും കണ്ണു തുറന്ന് പ്രകാശമാകുന്ന, ജീവനാകുന്ന ദൈവത്തെ സ്തുതിച്ചുകൊണ്ടാണ് ഒരു ദിവസം തന്നെ ആരംഭിക്കുന്നത്. നമുക്ക് അവരോടൊപ്പം നമ്മൾ ഈ പ്രഭാതത്തിൽ ഈ ടി വിയുടെ മുമ്പിലൊക്കെ ആയിരിക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ആ നന്മയിലേക്ക് പ്രവേശിക്കുവാനായിട്ട്, ദൈവത്തിൻ്റെ കൃപയിലേക്ക്, ദൈവത്തിൻ്റെ പ്രകാശമാകുന്ന ആ ഒരു ദിവസത്തിലേക്ക് പ്രവേശിക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ദൈവമേ, ഈ പുലരിയിൽ ഞങ്ങൾക്ക് ഒത്തിരിയേറെ കൃപകൾ നൽകി അനുഗ്രഹിക്കണമേ. ഇന്നുവരെ ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങളും ഓർത്തുകൊണ്ട് നന്ദി പറയുകയാണ്. യേശുവേ, ഒരിക്കൽ കൂടി അങ്ങേ സ്തുതിക്കുവാനായിട്ട് ഞങ്ങൾക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങളും ഓർത്തുകൊണ്ട് നന്ദി പറയുന്നു. യേശു, ഇന്നേ ദിവസം ഞങ്ങൾ ഈ പ്രഭാത വിരുന്നിൻ്റെ മധ്യസ്ഥയായ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ ഞങ്ങൾ അപേക്ഷിക്കുകയാണ്. അമ്മയെന്നും ഞങ്ങളോടൊപ്പമായിരിക്കണമേ. ഞങ്ങളുടെ ഈ ശുശ്രൂഷാ സമയത്ത് പരിശുദ്ധ അമ്മയുടെ വലിയ മാധ്യസ്ഥ ശക്തി ഞങ്ങളിൽ എന്നും നിലനിൽക്കുവാനായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. മധ്യസ്ഥതയുടെ, കൂട്ടായ്മയുടെ വലിയ മാതൃകയാണല്ലോ അമ്മ. ആ മധ്യസ്ഥയിൽ ഞങ്ങൾ ശരണപ്പെട്ടുകൊണ്ട് ഇന്നേ ദിവസത്തെ പൂർണ്ണമായി സമർപ്പിക്കുകയാണ്. അമ്മയുടെ വലിയ കൃപയും അനുഗ്രഹവും ഞങ്ങളോടൊപ്പം ഉണ്ടായിരിക്കണമേ. മാധ്യസ്ഥം ഞങ്ങൾക്ക് വേണ്ടി വഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ദിവസത്തെ പൂർണ്ണമായി സമർപ്പിക്കുകയാണ്. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേ. നമുക്ക് ഇന്നേ ദിവസം ഒരു നിയോഗം വെച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രാർത്ഥന മറ്റുള്ളവർക്ക് വേണ്ടിയാണല്ലോ, നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് വേണ്ടിയാണല്ലോ. തീർച്ചയായിട്ടും ഈ ദിവസം നമ്മുടെ ഭരണാധികാരികൾക്ക് വേണ്ടി നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. നമ്മളെ നയിക്കുവാനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടവരും അല്ലെങ്കിൽ ദൈവനിവേശിതമായിട്ട് നിയമിക്കപ്പെട്ടവരുമായിട്ടുള്ള ഒത്തിരിയേറെ ഭരണാധികാരികളുണ്ട് നമ്മുടെ ഇടയിൽ. അവർക്കൊക്കെ വേണ്ടി ഒന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സോളമൻ രാജാവ് ആഗ്രഹിച്ചത് ഒന്ന് മാത്രമേ ഉള്ളൂ, ജനത്തിനു വേണ്ടി, നീതി നിർവഹണത്തിന് വേണ്ടി വിവേകം നൽകണമേ എന്നാണ് പ്രാർത്ഥിച്ചത്. നമുക്ക് ഈ ഭരണാധികാരികൾക്കൊക്കെ വിവേകം നൽകി നീതിയായിട്ട് കാര്യങ്ങളെല്ലാം നടപ്പാക്കുവാനായിട്ട് അനുഗ്രഹം ഉണ്ടാകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അവരെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. വിവേകം കൊണ്ടും
വിനയം കൊണ്ടും വിജ്ഞാനം കൊണ്ടും അവരോരോരുത്തരെയും നിറയ്ക്കട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് ഈ പ്രഭാത വിരുന്ന് പ്രാർത്ഥനാ ശുശ്രൂഷയിൽ അവർക്ക് വേണ്ടിയും കൂടി നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ഇന്നത്തെ വചനം ശ്രവിക്കുവാനായിട്ട് നമ്മെ തന്നെ നമുക്ക് ഒരുക്കാം. പരിശുദ്ധാത്മാവ് നിറയുമ്പോഴാണ് ഫലങ്ങൾ നമ്മുടെ ഇടയിൽ ചൂടുവാനായിട്ട് ഇടയാവുകയുള്ളൂ. പരിശുദ്ധാത്മാവിൻ്റെ വലിയ കൃപ നമുക്ക് വേണം. എങ്കിൽ മാത്രമേ വചനം നമ്മളിൽ ആഴപ്പെടാനായിട്ട് സാധിക്കുകയുള്ളൂ. വചനം കേൾക്കുക മാത്രമല്ല, അത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുമ്പോഴാണ് അത് യഥാർത്ഥമായിട്ടുള്ള വചന അധിഷ്ഠിതമായ ഒരു ജീവിതം നയിക്കുവാനായിട്ട് സാധിക്കുക. നമുക്ക് അതിനു വേണ്ടിയിട്ട് നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ നിറവിനായിട്ട് നമുക്ക് ദാഹിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവ് വന്ന് നിറയുവാനായിട്ട് നമുക്ക് ദാഹിക്കാം. സ്ലീഹന്മാരിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞപ്പോൾ അവർ ശക്തരായി തീർന്ന് ലോകത്തിൻ്റെ നാനാ അതിർത്തികളിലും പോയി സുവിശേഷം പ്രസംഗിക്കുവാനായിട്ട് തയ്യാറായി എന്നുള്ളതാണ്. നമ്മൾ സുവിശേഷം കേൾക്കുമ്പോൾ, വചനം കേൾക്കുമ്പോൾ പരിശുദ്ധാത്മാവിലൂടെ അത് പ്രാവർത്തികമാകുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ ഓരോരുത്തരും വചനത്തിൻ്റെ വിത്തുകളായി തീരുവാനായിട്ടും വചനം മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുവാനായിട്ടും അങ്ങനെ വചനം വേരൂന്നുവാനും മറ്റുള്ളവരിൽ ഒരു വലിയ പരിവർത്തനം, മനസാന്തരം ഉണ്ടാകുവാനായിട്ട് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മളിലും മറ്റുള്ളവർക്കും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ ശുശ്രൂഷയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. പരിമളത്തിനുറവയാം നറുസൗരഭ്യമാകട്ടെ ഞങ്ങളുമീ മണ്ണിൽ. മിശിഹായിൽ പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ ഈ പ്രഭാതം തുടങ്ങുമ്പോൾ നമ്മൾ നല്ല സ്വപ്നങ്ങളൊക്കെ കണ്ടുകൊണ്ടാണ് തുടങ്ങുക. ഇന്ന് ഒത്തിരിയേറെ പ്ലാനുകളുണ്ടാവാം. സ്കൂളിൽ പോകുന്ന വ്യക്തികളുണ്ടാവാം, അതല്ലെങ്കിൽ ജോലിയിലേക്ക് പ്രവേശിക്കുന്ന വ്യക്തികളുണ്ടാകാം, പഠിക്കുന്ന വ്യക്തികളുണ്ടാകാം, വീട്ടുകാര്യങ്ങൾ നടത്തുന്ന വ്യക്തികളുണ്ടാകാം. ഒത്തിരിയേറെ സ്വപ്നങ്ങളൊക്കെ ആയിട്ടാണ് നമ്മൾ പലപ്പോഴും ഈ ദിവസം ആരംഭിക്കുക. പക്ഷെ പലപ്പോഴും നമ്മുടെ കോപമായിരിക്കാം, നമ്മുടെ അസ്വസ്ഥതകളായിരിക്കാം, പലപ്പോഴും നമ്മൾ തർക്കങ്ങളിലേക്കും അതിനെ തുടർന്ന് നമ്മൾ പലപ്പോഴും വാക്ക് തർക്കങ്ങളും അല്ലെങ്കിൽ ഒരു തെറ്റായ ചിന്തകളും വചനങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ പ്രവർത്തിക്കാറുണ്ട്. സ്വാർത്ഥതയാണ് പലപ്പോഴും അതൊക്കെ നമ്മളിൽ നിന്ന് ഉളവാക്കാനായിട്ട് കാരണമായി തീരുന്നത്. സ്വാർത്ഥതയിൽ നിന്നാണ് അവയൊക്കെ ഉളവാകുന്നത്. പലപ്പോഴും നമ്മൾ പറയുന്ന ഒരു വാക്കുണ്ട്, ഈഗോ എന്ന് പറഞ്ഞ വാക്ക്. ഈ ഈഗോയിൽ നിന്നാണ് പലപ്പോഴും ഈ തർക്കങ്ങളും വഴക്കുകളൊക്കെ ഉണ്ടാവുക. ഈ തർക്കങ്ങളും വഴക്കുകളും ഒന്ന് മാറ്റുവാനായിട്ട് നമുക്ക് എങ്ങനെ പരിശ്രമിക്കാം എന്നൊന്ന് നമുക്കൊന്ന് ചിന്തിക്കാം. ഇന്നത്തെ ദിവസം നമ്മുടെ മാർക്കോസിൻ്റെ സുവിശേഷത്തിലെ 1-ാം അധ്യായത്തിലെ 23-ാമത്തെ വചനം നമുക്കറിയാം. പിശാച് യേശുവിനുമായിട്ട് തർക്കിക്കുകയാണ്, വഴക്ക് കൂടാൻ തയ്യാറായിരിക്കുകയാണ്. അല്ലെങ്കിൽ അവനെ മാറ്റി നിർത്തുവാനായിട്ടുള്ള ഒരു പരിശ്രമം നടത്തുന്നുണ്ട്, നന്മയെ മാറ്റി നിർത്തുവാനുള്ള ഒരു പരിശ്രമം നടത്തുന്നുണ്ട്. ആ വചനത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, നീ എന്തിന് ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നു? ഞങ്ങളെ നശിപ്പിക്കാനാണോ നീ വന്നിരിക്കുന്നത്? ഞങ്ങൾക്കറിയാം നീ ആരാണെന്ന്, ദൈവത്തിൻ്റെ പുത്രനാണെന്ന് ഞങ്ങൾക്കറിയാം. അവിടെ നിന്നാണ് തുടങ്ങുന്നത്. അശുദ്ധാത്മാവ് ബാധിച്ച ഒരു വ്യക്തി അവിടെ ഉണ്ടായിരുന്നു. അവനാണ് യേശുവിനെ കണ്ടപ്പോൾ ഇങ്ങനെ സംസാരിക്കാൻ ഇടയായത്. നീ എന്തിനാ ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നു? ഞങ്ങളെ നശിപ്പിക്കാനായിട്ടാണ് നീ വന്നിരിക്കുന്നത്. അവിടെ അവൻ്റെ ഈഗോ പ്രവർത്തിക്കുകയാണ്. അവനെന്നും പറയുന്നത്, നീ എൻ്റെ കാര്യത്തിൽ ഇടപെടണ്ട, നന്മയാകുന്ന ഒരു കാര്യം എന്നോട് നീ പറയണ്ട. എനിക്കറിയാം നീ നന്മയിലേക്ക് ഞങ്ങൾ കൂട്ടിക്കൊണ്ടുപോകാനായിട്ട് വന്നിരിക്കുന്നത്, മാനസാന്തരത്തിൻ്റെ വിത്തുകൾ വിതയ്ക്കുവാനായിട്ടൊക്കെ നീ വന്നിരിക്കുന്നത്. പക്ഷെ എനിക്കത് താല്പര്യമില്ല. നീ നിൻ്റെ കാര്യം നോക്കിക്കൊള്ളുക, ഞാൻ എൻ്റെ കാര്യം നോക്കിക്കൊള്ളാം. ഇത് ഇന്നേ ദിവസം നമ്മൾ എത്ര പ്രാവശ്യം പറയുവാൻ സാധ്യതയുണ്ട് എന്നൊന്ന് ചിന്തിച്ചു നോക്കാം. പലപ്പോഴും നമ്മളൊക്കെ പറയുന്നത് മറ്റുള്ളവന് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കാതെ വരുന്ന സമയത്ത് നമ്മൾ പറയുന്ന ഒരു വാക്കാണ്, നീ നിൻ്റെ കാര്യം നോക്ക്, ഞാൻ എൻ്റെ കാര്യം നോക്കാം. നീ നിൻ്റെ കാര്യങ്ങൾ ചെയ്താൽ മതി, എൻ്റെ കാര്യത്തിൽ നീ ഇടപെടാൻ വരണ്ട എന്ന് പറയുന്ന പല വാക്കുകളും, പലതരത്തിലുള്ള വാക്കുകളുണ്ട്, അത്തരത്തിൽ ബന്ധപ്പെട്ട വാക്കുകളുണ്ട്. ഉൾക്കൊള്ളാനായിട്ട് തയ്യാറല്ല, നന്മയെ ഉൾക്കൊള്ളാനായിട്ട് തയ്യാറല്ല. ഇവിടെ യേശുവിനെ ഉൾക്കൊള്ളുക എന്നുള്ളതിനേക്കാൾ അപ്പുറത്ത് നന്മയാകുന്ന ഒരു കാര്യങ്ങളും തൻ്റെ ജീവിതത്തിൽ ഉൾക്കൊള്ളാനായിട്ട് ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ്. അങ്ങനെ ആഗ്രഹിക്കാതെ വരുമ്പോഴാണ് ഇത്തരത്തിലുള്ള ഒരു തർക്കത്തിലേക്കോ അല്ലെങ്കിൽ ഒരു വലിയ ബന്ധനം അവിടെ കൊണ്ടുവന്ന് വെക്കുകയാണ്, ഒരു ബ്ലോക്ക് ക്രിയേറ്റ് ചെയ്യുകയാണ്. നീ ഇനി മുതൽ എൻ്റെ കാര്യത്തിൽ ഇടപെടണ്ട എന്ന് പറയുന്നത്.
എന്തുകൊണ്ടാണ് അങ്ങനെ പറയാനായിട്ട് കാരണം? അതൊരു പൈശാചികതയാണ്. തിന്മ നിറഞ്ഞ അവസ്ഥയിൽ നിന്നാണ് അതൊക്കെ ഉടലെടുക്കുന്നത് എന്നുള്ളതാണ്. പിശാചിനെ അറിയാമായിരുന്നു യേശു ആരാണെന്നുള്ളത്. നമുക്കെല്ലാവർക്കും അറിയാം ഏതാണ് നന്മ തിന്മ എന്നുള്ളതൊക്കെ നമുക്കറിയാം. പക്ഷേ നമ്മളിൽ ഏതൊന്നിൻ്റെയാണോ കൂടുതൽ ആസക്തിയുള്ളത് അതായിരിക്കും നമ്മൾ കൂടുതലായിട്ട് പ്രവർത്തിക്കുക. യേശു വരുന്നുണ്ടെങ്കിൽ നമുക്കറിയാം മർത്ത മറിയൊക്കെ അവിടെ ഉണ്ടായിരുന്ന സമയത്ത് മർത്ത ഓടിച്ചെന്ന് യേശുവിനെ സ്വീകരിക്കുകയാണ്. ഇവിടെ അശുദ്ധാത്മാവ് ബാധിച്ച ഒരു മനുഷ്യൻ അവിടെ തന്നെ ഇരിക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് പറയുകയാണ്, നീ എന്തിനാ എൻ്റെ കാര്യത്തിൽ ഇടപെടണം? നീ ഞങ്ങളെ നശിപ്പിക്കുമോ? എൻ്റെ ഈ വ്യക്തിത്വത്തെ നീ നശിപ്പിക്കുമോ? എൻ്റെ വ്യക്തിത്വം എന്നത് പറയുന്നത് ഞാനിങ്ങനെ ഈ കബറിടത്തിലോ അല്ലെങ്കിൽ സിംസ്തേരിയിലോ അല്ലെങ്കിൽ തെറ്റായ ജീവിതമായിട്ട് അങ്ങനെ ജീവിക്കുന്ന ഒരു അവസ്ഥയാണ് എൻ്റെ ജീവിതം എന്ന് പറയുന്നത്. ഈ ജീവിതത്തെ നീ നശിപ്പിക്കാനായിട്ട് വരേണ്ട ആവശ്യമില്ല. നിൻ്റെ ജീവിതം എന്ന് പറയുന്നത് നന്മ ചെയ്യുക, മറ്റുള്ളവർക്ക് എന്തുമാത്രം സഹായിക്കാൻ പറ്റുന്ന അതൊക്കെ ചെയ്തു കൊടുക്കുക, വേണ്ടുന്ന രീതിയിൽ മറ്റുള്ളവർക്ക് കൊടുക്കുക എന്നുള്ള ഒരാശയമാണ് നിനക്കുള്ളത്. പക്ഷേ എൻ്റെ ജീവിതം എന്ന് പറയുന്നത് എനിക്കെല്ലാം സ്വീകരിക്കുക എന്നുള്ളത്. മറ്റുള്ളവനെയും എന്നിലേക്ക് അടുപ്പിക്കുക, അവനെയും നശിപ്പിക്കുക, അവൻ്റെ ജീവിതത്തെ നശിപ്പിക്കുക, അവൻ്റെ സ്വഭാവത്തെ നശിപ്പിക്കുക, അവൻ്റെ ശരീരത്തെ നശിപ്പിക്കുക, ഇതൊക്കെയാണ് എൻ്റെ ജീവിതം എന്ന് പറയുന്നത്. നാശമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എൻ്റെ ഈ സ്വഭാവത്തെ നീ നശിപ്പിക്കാനായിട്ട് വരരുത്. നിൻ്റെ നന്മയാകുന്ന ഒരു ചിന്ത കൊണ്ട് എൻ്റെ തിന്മയാകുന്ന ഈ ജീവിതത്തെ നശിപ്പിക്കാനായിട്ട് നീ വരണ്ട എന്ന് തന്നെയാണ് ആ പിശാച് അവിടെ പറയുന്നത്. നമ്മളിൽ ഓരോരുത്തരിലും ആ പൈശാചികത കൂടുതലുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള വാക്കുകൾ പുറപ്പെടുവിക്കാനായിട്ട് സാധിക്കുന്നുള്ളതാണ്. നമ്മുടെ കുടുംബത്തിലേക്ക് ഒന്ന് നീങ്ങുകയാണെങ്കിൽ നമുക്കിതൊക്കെ കാണാനായിട്ട് സാധിക്കും. മാതാപിതാക്കന്മാർ മക്കളോട് പറയണമെങ്കിൽ, അമ്മയുടെ കാര്യം നോക്കിയേ, എന്തുമാത്രം പണിയുണ്ട് അമ്മയ്ക്ക്, ആ പണി നോക്കിയേ. പ്രത്യേകിച്ച് ഇന്നത്തെ തലമുറ കൊച്ചുങ്ങൾ അടക്കം പറയുന്ന ഒരു അവസ്ഥയാണിത്. ഞാൻ എൻ്റെ കാര്യം നോക്കിയോളാം, അമ്മ ഇപ്പോൾ ഉപദേശിച്ചു തന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ കാലത്ത് നേരമാണെങ്കിൽ സ്കൂളിലേക്ക് പോകുന്ന സമയമാകുന്ന സമയത്ത് പിള്ളേരോട് പറയും, മക്കളെ നീ എണീക്ക്, പല്ല് തേക്ക്, മുഖം കഴുക്, അത് കഴിഞ്ഞിട്ട് പഠിക്കാനുള്ളത് പഠിക്ക്, ബാഗ് തയ്യാറാക്ക്, സ്കൂളിൽ പോകേണ്ട സമയമായില്ലേ, ഒന്ന് ഒരുങ്ങ്, പ്രാർത്ഥിക്ക്, ഇതൊക്കെ പറയുമ്പോൾ ഇതൊക്കെ എനിക്കറിയാം എന്ന് പറയുന്ന ആറ്റിറ്റ്യൂഡ് നമുക്കുണ്ട്. എനിക്കറിയാം. അന്ന് എനിക്കറിയുന്നത് എന്താ? എൻ്റേതായ ഒരു വഴിയാണ്, തിന്മയുടേതായ ഒരു വഴിയാണ്, അതെനിക്കറിയാം. അതിനെ നശിപ്പിക്കാനായിട്ട് നിങ്ങൾ വരണ്ട. ഞാൻ എഴുന്നേൽക്കുന്നത് ചിലപ്പോൾ 8 മണിക്കായിരിക്കാം, 9 മണിക്കായിരിക്കും, 10 മണിക്കായിരിക്കാം. അത് എൻ്റെ ഒരു സുഖമാണ്. എൻ്റെ സുഖത്തിൽ, എൻ്റെ ഈഗോയിൽ അത് അങ്ങനെ ലയിച്ച് ജീവിക്കാനായിട്ട് നമ്മൾ തയ്യാറാവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ആ ഒരു ലയനം അല്ലെങ്കിൽ ആ ഒരു സുഖത്തിലേക്ക്, ആ തിന്മയിലേക്കുള്ള ആ പോക്ക് നമ്മളിൽ നിന്ന് മാറ്റുവാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ്. ദൈവം വന്നാൽ പോലും, ദൈവം പ്രത്യക്ഷപ്പെട്ടാൽ പോലും നമ്മളത് മാറ്റുവാനായിട്ട് തയ്യാറല്ല. എത്ര ദൈവം വന്നാലും, എത്ര നന്മ വന്നാലും, എത്ര കോടി രൂപ നമുക്ക് നൽകിയാലും എൻ്റേതായ സുഖത്തിൽ നിന്ന്, എൻ്റേതായ തിന്മ അവസ്ഥയിൽ നിന്ന് മാറുവാനായിട്ട് നമ്മൾ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. നമുക്കറിയാലോ, ആദ്യം മാതാപിതാക്കന്മാരോട് തെറ്റ് ചെയ്തപ്പോൾ ദൈവം ചോദിച്ചു, ആദം നീ എവിടെയാ? അവൻ്റെ അവസ്ഥയാണ് ദൈവം ചോദിക്കുന്നത്. നീ എവിടെയാണെന്നാണ് ചോദിക്കുന്നത്. അല്ലാണ്ട് നീ തിന്മ ചെയ്തോ അല്ലെങ്കിൽ നീ എവിടെയാണെന്ന് ഇപ്പോൾ നിൻ്റെ പൊസിഷൻ അല്ലാതെ മറ്റ് ഏത് സ്ഥലത്താണ് എന്നുള്ളതല്ല അവിടെ ചോദിക്കുന്നത്. നീ എവിടെയാ, നിൻ്റെ അവസ്ഥ എന്താണ് എന്നാണ് അവിടെ ചോദിക്കുന്നത്. അതെന്താ പറഞ്ഞ്? നീ തന്ന ഇവളാണ് ഈ പാപത്തിന് എല്ലാത്തിനും കാരണമായി തന്നത്. അവിടെ കുറ്റം ചാർത്തുന്നത് ദൈവത്തെയാണ്. നീ എനിക്കായി തന്ന ഈ സ്ത്രീയാണ് ഈ പണിയൊക്കെ ചെയ്തത്. നീ എനിക്കായി തന്ന സ്ത്രീയോടും ചോദിക്കുന്നുണ്ട് ദൈവം, നീ എന്ത് ചെയ്തു? പാമ്പ് എന്നോട് പറഞ്ഞു, ഞാൻ അതനുസരിച്ച് പ്രവർത്തിച്ചു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ അവസ്ഥകളെ, നമ്മുടെ തിന്മ നിറഞ്ഞ അവസ്ഥകളെ സ്വയം മനസ്സിലാക്കാനായിട്ട് സാധിക്കാത്തതിൻ്റെ പേരിൽ മറ്റുള്ളവരിലേക്ക് ആരോപണം വെച്ചുകൊണ്ട്, നമ്മൾ അവിടെ തർക്കിച്ചുകൊണ്ട് അല്ലെങ്കിൽ വഴക്ക് കൂടിക്കൊണ്ട് അവിടെ ദൈവത്തെ മാറ്റി നിർത്തുകയാണ്. ഒരു വാക്ക് മതിയായിരുന്നു ആദത്തിന്. തെറ്റിപ്പോയി ദൈവമേ, ഞാൻ തന്നെയാണ് തെറ്റിപ്പോയത്. നീ എന്നോടാണ് പറഞ്ഞത്, നീ എനിക്കാണ് അധികാരം നൽകിയത്. ഈ സർവ്വ സൃഷ്ടികളും സൃഷ്ടിച്ചതിന് ശേഷം അവസാനമായിട്ട് നീ എന്നെ സൃഷ്ടിച്ചപ്പോൾ നീ പറഞ്ഞു, എല്ലാ അധികാരങ്ങളും എല്ലാ അവകാശങ്ങളും നിനക്ക് ഞാൻ നൽകുന്നു എന്നാണ് പറഞ്ഞത്. മനുഷ്യർക്ക് നൽകി. ശ്രേഷ്ഠമായിട്ടുള്ള ഒരു സൃഷ്ടി ആയതുകൊണ്ടാണ് മനുഷ്യന് അധികാരം കൊടുത്തത്. പാമ്പിനല്ല അധികാരം കൊടുത്തത്, മറ്റുള്ള വസ്തുക്കൾക്കല്ല അധികാരം കൊടുത്തത്. ദൈവം സൃഷ്ടിച്ചു, വെള്ളവും അതുപോലെ ആകാശവും ഭൂമിയും ഒക്കെ സൃഷ്ടിച്ചു. അവർക്കെല്ലാം അധികാരം അവകാശം കൊടുത്തത്. മനുഷ്യന് അധികാരം കൊടുത്തു. ആ മനുഷ്യനോടാണ്
ദൈവം ചോദിക്കുന്നത്, നിൻ്റെ അവസ്ഥ ഇപ്പം എന്താ? നിൻ്റെ അവസ്ഥ എന്താ? നീ എവിടെ നിൽക്കുന്നു? ഇപ്പോൾ നിൽക്കുന്നത് ഡിവൈൻ ധ്യാന കേന്ദ്രത്തിലാണോ, അതല്ലെങ്കിൽ സ്വന്തം കുടുംബത്തിലാണോ എന്നുള്ളതല്ല. നിൻ്റെ അവസ്ഥ, നിൻ്റെ പൊസിഷൻ എന്താണ്? നിൻ്റെ ഈ ജീവിതമാകുന്ന അവസ്ഥ എന്താണ്? പാപം നിറഞ്ഞ അവസ്ഥയാണോ, അതോ നന്മയിലേക്ക് വരാനുള്ള ചിന്തയാണോ, അത് മാറാനുള്ള അവസ്ഥയാണോ എന്നൊക്കെയാണ് ചിന്തിക്കുന്നത്. അവിടെ നമ്മൾ പറയുന്നത്, ആദ്യം തന്നെ നീ എനിക്ക് എന്തിനു ജീവൻ നൽകി? അതുകൊണ്ടല്ലേ ഞാനിതെല്ലാം പ്രവർത്തിക്കാനായിട്ട് ഇടയായത്. എൻ്റെ തിന്മകൾ സ്വയം മനസ്സിലാക്കുകയും പക്ഷേ ആ തിന്മ അതിൽ തന്നെ നിലനിൽക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യാണ്. തിന്മയിൽ നിന്നുകൊണ്ട് തന്നെയാണ് ഞാൻ പിന്നെയും സംസാരിക്കുന്നത്. നീ തന്ന സ്ത്രീ, നീ സൃഷ്ടിച്ച പാമ്പ്, നീയാണ് നന്മയും തിന്മയും സൃഷ്ടിച്ചെങ്കിൽ ആ തിന്മയാണ് എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നത്. ഇന്നത്തെ ന്യൂജൻ വേണമെങ്കിൽ ചിന്തിക്കാം, എന്തിനാണ് ദൈവം ആ മരം അവിടെ കൊണ്ടുവന്ന് വെച്ചു? എന്തിനാണ് ആ ഫലം നൽകിയത്? പ്രിയപ്പെട്ടവരെ, ദൈവം നമുക്ക് നൽകുന്നത് വിവേകത്തോടെ നന്മ തിന്മ മനസ്സിലാക്കിക്കൊണ്ട് നന്മയെ സ്വന്തമാക്കുക, തിന്മയെ ഉപേക്ഷിക്കുവാനാണ്. സർവവും ദൈവം നമുക്കായിട്ട് നൽകിയിട്ടുണ്ട്. പക്ഷേ അതിൽ നന്മയെ സ്വന്തമാക്കുവാനായിട്ട് ദൈവം ആഗ്രഹിക്കുകയാണ് ചെയ്യുന്നത്. നമ്മളോട് ദൈവം ആവശ്യപ്പെടുന്നു, മകനെ മകളെ, ഞാൻ നൽകുന്ന വഴി സ്വന്തമാക്കുവാനായിട്ട് നീ തയ്യാറാകുക. നിൻ്റേതായ തർക്കുത്തരങ്ങൾ, നിൻ്റേതായ വഴക്കുകൂടലിനുള്ള ചിന്തകൾ, വാക്കുകൾ ഉപേക്ഷിക്കുവാനായിട്ട് തയ്യാറാകുക. യേശു ആ ശുദ്ധാത്മാവിനോട് പറയാ, അവനിൽ നിന്ന് നീ പുറത്തു പോവുക, അവനിൽ നിന്ന് നീ പുറത്തു പോവുക. തിന്മയെന്ന അവസ്ഥ അവന് വിട്ടുമാറുക. പാമ്പിനോട് പറയുന്നുണ്ട്, നീ തള്ളപ്പെടുന്ന അവസ്ഥയാണ്. അവനും അവിടെ ശാപം കൊടുക്കുകയാണ്, നീ ഇഴഞ്ഞു നടക്കും എന്ന് പറയുകയാണ്. നമ്മളോടൊക്കെ പറയുന്നത്, നമ്മുടെ ജീവിതത്തിൽ ഈ തിന്മ നമ്മളൊന്ന് മാറ്റുകയാണെങ്കിൽ, സ്വയമേവ മാറ്റുകയാണെങ്കിൽ, അത് വിവേകത്തോടുകൂടി മാറ്റുകയാണെങ്കിൽ, പരിശുദ്ധാത്മാവിൻ്റെ നിറവോടുകൂടി മാറ്റുകയാണെങ്കിൽ നമുക്കെന്നും സന്തോഷത്തോടെ, സമാധാനത്തോടെ, ഐശ്വര്യത്തോടുകൂടെ ജീവിക്കാനായിട്ട് സാധിക്കും. ഇന്നേ ദിവസം നമുക്ക് പൂർണ്ണമായിട്ടും തമ്പുരാനിലേക്ക് സമർപ്പിക്കാം. ദൈവം ഒരു ദിവസം നമുക്ക് നൽകിയിരിക്കുക, വഴക്കില്ലാതെ, തർക്കമില്ലാതെ. ദൈവം നൽകുന്ന ഓരോ സന്ദേശങ്ങളും പ്രകൃതിദത്തമായിട്ടുള്ള ഓരോ സന്ദേശങ്ങളുണ്ട്. പ്രകൃതിയിലൂടെ, മറ്റുള്ള വ്യക്തികളിലൂടെ, ദൈവത്തിൻ്റെ വചനം നമ്മുടെ മനസ്സിലൂടെ, ഇതെല്ലാം നമുക്ക് ദൈവം നൽകുന്നുണ്ട്. അതെല്ലാം സ്വീകരിച്ചുകൊണ്ട് ഇന്നത്തെ ദിവസം ഏറ്റവും ശുഭദിനമാക്കി മാറ്റുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. അതിനായിട്ട് സർവേശ്വരനോട് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ആബാ പിതാവേ, സ്നേഹാഗ്നിയാൽ ജ്വലിക്കട്ടെ മക്കളാ ഞങ്ങളെല്ലാം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ഞങ്ങളെ തന്നെ പൂർണ്ണമായും അങ്ങയുടെ സന്നിധിയിലേക്ക് സമർപ്പിക്കുകയാണ്. ഇന്നേ ദിവസം ഈ പ്രഭാതം നൽകി ഞങ്ങളെ അനുഗ്രഹിച്ചതിനോർത്ത് നന്ദി പറയുന്നു. ഈ പ്രഭാത പ്രാർത്ഥന വിരുന്നിലേക്ക് ഞങ്ങൾ ക്ഷണിച്ച ആ വലിയ കൃപാതിരേഖത്തെ ഓർത്ത് നന്ദി പറയുകയാണ്. ഞങ്ങളുടെ എല്ലാ നിയോഗങ്ങളെയും യേശുവിൻ്റെ സന്നിധിയിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുകയാണ്. ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനകളും ഞങ്ങളുടെ സ്വർഗീയ മാധ്യസ്ഥന്മാരുടെ അല്ലെങ്കിൽ സ്വർഗത്തിലേക്ക് തന്നെ പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. സകല മാലാഖമാരുടെയും സകല വിശുദ്ധരുടെയും സ്വർഗം തന്നെ ഞങ്ങൾ പൂർണ്ണമായിട്ട് സമർപ്പിച്ചുകൊണ്ട്, സ്വർഗത്തിലേക്ക് ഞങ്ങൾ പൂർണ്ണമായിട്ട് സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ നിയോഗങ്ങളെ, ഞങ്ങളുടെ ജീവിതങ്ങളെ അവിടുന്ന് രൂപാന്തരപ്പെടുത്തണമേ. ഒരു പുതിയ സൃഷ്ടിയാക്കി ഞങ്ങളെ മാറ്റണമേ. പ്രത്യേകിച്ച് ഞങ്ങളായിരിക്കുന്ന ഇടവകയെയും ഇടവക മധ്യസ്ഥനെയും ഞങ്ങളോടൊപ്പം പ്രവർത്തിക്കുന്ന വികാരിയച്ഛന്മാരെയും ആത്മീയ നേതാക്കളെ എല്ലാവരെയും യേശു ഈ നിമിഷം ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരിലും ഒരു വലിയൊരു പ്രഭാതത്തിൻ്റെ, പ്രകാശത്തിൻ്റെ ഒരു വലിയ അനുഭവം ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ കാവൽ ദൂതന്മാരെയും ഞങ്ങളുടെ പേരിൻ്റെ കാരണഭൂതരായ മധ്യസ്ഥരെയും ഞങ്ങൾ ഈ നിമിഷം ഓർക്കുകയാണ്. അവർക്കെല്ലാവർക്കും അവരിലൂടെ ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക് വലിയ കൃപ ഒഴുകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശു ഒരിക്കൽ കൂടി ഞങ്ങൾ തന്നെ സമർപ്പിക്കുകയാണ്. സ്വർഗീയ അവസ്ഥ ഞങ്ങളിൽ സംജാതമാക്കണമേ. നന്മ നിറഞ്ഞ അവസ്ഥ ഞങ്ങളിൽ സംജാതമാക്കണമേ. പരിശുദ്ധാത്മാവിൻ്റെ വലിയ കൃപാവരം ഞങ്ങളിൽ നിറയട്ടെ.
ഞങ്ങളുടെ വലിയ നിയോഗങ്ങൾ അവിടുത്തെ സന്നിധിയിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഇന്നേ ദിവസം ഏറ്റവും ധന്യമായി തീരുവാനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഗുഡ്നസ് TV-യുടെ എല്ലാ പ്രേക്ഷകരോടൊപ്പം അവരുടെ നിയോഗങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നു. മരിയ കൂടാരങ്ങളിലായിരിക്കുന്ന എല്ലാ വ്യക്തികളെയും അവരുടെ നിയോഗങ്ങളെയും സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു വലിയ ശക്തി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. നമുക്ക് ജപമാല സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ എല്ലാ നിയോഗങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ഈ പ്രഭാതത്തിൽ പ്രാർത്ഥിക്കുകയും ചെയ്യാം. ചിറകുമായി അലയാഴികൾക്കുമേൽ പറന്നു 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 പോയിടാ അടയാളങ്ങളായി ഇനി ലോകാതിർത്തികൾ കടന്നു 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 പാറിടാ തിരുവചനത്തിൻ സാക്ഷികളാകാൻ ഉണർന്നെണീറ്റിടാം. ആത്മാവിൻ നവശക്തി ധരിക്കാൻ വചനം ധ്യാനിക്കാം. വചനത്തീ മഴ പെയ്യട്ടെ, ആത്മാവിൻ കനലെരിയട്ടെ. ആളിക്കത്തി തീക്കാറ്റായി ഒരു പുതുയുഗമായി മാറട്ടെ. ഒരു യുഗം ഇത് പുതുയുഗം, ഒരു യുഗം പുതുയുഗം, ഒരു യുഗം ഇത് പുതുയുഗം, ഒരു യുഗം പുതുയുഗം. മിന്നൽ ചിറകുമായി അലയാഴികൾക്കുമേൽ പറന്നു പറന്നു
സ്നേഹത്തിൻ ആഴം തേടുകേ എന്തോരത്ഭുതം ക്രൂശുയാഗം മനതാരിൽ പകരുന്നു ജ്ഞാനം. അങ്ങേഹിതം പുൽകുന്നു ഞങ്ങൾ അങ്ങേഹിതം പുൽകുന്നു ദൈവസ്നേഹമെന്നുമെന്നും അനുഗ്രഹമാ സ്വർഗപാദമന്നിനായി തുറന്നതിനാൽ നിൻ കൂടെ പോരുന്നിതാ ഞങ്ങൾ നിൻ കൂടെ പോരുന്നിതാ നിൻ കൂടെ പോരുന്നിതാ ഞങ്ങൾ നിൻ കൂടെ പോരുന്നിതാ മിന്നൽ ചിറകുമായി അലയാഴികൾക്കുമേൽ പറന്നു 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 പോയിടാ അടയാളങ്ങളായി ഇനി ലോകാതിർത്തികൾ കടന്നു 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 പാറിടാം. തിരുവചനത്തിൻ സാക്ഷികളാകാൻ ഉണർന്നെണീറ്റിടാം ആത്മാവിൻ നവശക്തി ധരിക്കാൻ വചനം ധ്യാനിക്കാം. വചനത്തീ മഴ പെയ്യട്ടെ ആത്മാവിൻ കനലെരിയട്ടെ ആളിക്കത്തി തീക്കാറ്റായി ഒരു പുതുയുഗമായി മാറട്ടെ. ഒരു യുഗം ഇത് പുതുയുഗം ഒരു യുഗം പുതുയുഗം ഒരു യുഗം ഇത് പുതുയുഗം ഒരു യുഗം പുതുയുഗം മിന്നൽ ചിറകുമായി അലയാഴികൾക്കുമേൽ പറന്നു 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 പോയിടാ സഭയോട് ചേർന്ന് നിന്നുകൊണ്ട് പരിശുദ്ധ പാപ്പായോടും സകല കർദിനാൾമാരോടും മെത്രാപ്പൊലീത്തന്മാരോടും മെത്രാന്മാരോടും ചേർന്ന് നിന്നുകൊണ്ട് ഏക മനസ്സോടുകൂടി ആ ത്രിത്വൈക ഈശ്വരൻ്റെ അനുഗ്രഹവും ആശീർവാദവും പ്രാപിക്കുവാനായിട്ട് നമ്മെ തന്നെ ഒരുക്കാം. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. എല്ലാവർക്കും ഇന്നേ ദിവസത്തിൻ്റെ എല്ലാവിധ മംഗളങ്ങളും പ്രാർത്ഥനകളും നേരുന്നു. ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ഒരു വലിയ നല്ല ഒരു ദിവസമായി മാറുവാനായിട്ട്, അഭിഷേകമുള്ള ഒരു ദിവസമായി മാറുവാനായിട്ട് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി.